എന്താ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലിം ഇവിടെ മിനി പാകിസ്ഥാൻ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇവിടെ അഭിഷേകം നടത്തിയാണ്. അതിനെതിരെ നമ്മളൊരു പരാതി എഫ്ഐആർ കേരളമാണ് കേട്ടാ കേട്ടാ വേറെ സാർ വിചാരിക്കാൻ സാറിന് അറിയാം. നഗരൂരിൽ പോലീസും ഡിവൈഎഫ്ഐയും തമ്മിൽ സംഘർഷം. നഗരൂർ വെള്ളല്ലൂരിൽ കഴിഞ്ഞ ദിവസം പുതുയുഗ യാത്രയുടെ ബോർഡ് എടുത്തുമാറ്റാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിൽ സംഘർഷമുണ്ടാവുകയും നഗരൂർ പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും പിരിച്ചുവിടുകയും സംഭവത്തിൽ 22 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിപ്പട്ടികയിൽ ഉള്ളവർക്ക് വീടുകളിൽ ചെന്ന് നോട്ടീസ് നൽകാനെത്തിയ നഗരൂർ SHOയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെല്ലുവിളിച്ചെന്നും വാഹനം തടഞ്ഞ് SHOയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. നിങ്ങളാരെന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങളാരെന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ അവിടെ ഇരുന്നോളാം. എവിടെയാണ് ഞാൻ ഇരുന്നോളാം. നിങ്ങളാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എന്നെ അവിടെ ഇരുത്തിയത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത്. നീയാണ്. അയ്യോ, ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ടന്റെ ജോലി ചെയ്യും. ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഞാൻ മാനേട്ട ജോലി ചെയ്യും. ഞാൻ പറഞ്ഞ കൊലപാതക കേസിൽ പ്രതിയാന്ന്. ഞാൻ പറഞ്ഞ കൊലപാതക കേസിൽ പ്രതിയാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു കൊലപാതക കേസിൽ പ്രതി. അത് ഞാൻ വന്നോട് അന്വേഷിച്ചോളാം. ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ലല്ലോ. ഞാൻ നോട്ടീസ് വരാൻ വേണ്ടി ഞാൻ വരാം. എനിക്ക് വരാനുണ്ട്. അത് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. അത് ഞാൻ ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഇവരടുത്ത് പറഞ്ഞു. ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. FIR അവർക്ക് നോട്ടീസ് വരെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാൻ കാണിച്ചോളാം. നീ ആര് എന്നെ കാണിപ്പിക്കാൻ? നീ ആരുടെ എന്നെ കാണിപ്പിക്കാൻ? നീ ആര്? നീ ആരടാ? നീ ആര് കാണിപ്പിക്കാൻ? എന്നെ ഒരു SHOയെ കാണിക്കാൻ തീർക്ക? നീ ആരടാ എന്നെ തീർക്കാൻ? നീയാണ് എന്നെ തീർക്കുന്നത്. അത് തന്നെയാടാ. ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാടാ. നീയാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ നയിക്കുന്നത്. ഞാൻ നിന്നെ SI എന്നേ പറഞ്ഞോളൂ. അതിനിപ്പുറം ഞാൻ പറഞ്ഞ CI ആണെന്ന്. അവന്റെ ഫ്ലെക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരടുത്ത്. അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. നിന്നെ കാണിക്കേണ്ട കാര്യമല്ല. നീ ആര് നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? നീ ആര് നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? ഷോ അല്ലടാ, എന്റെ ജോലിയാടാ. എന്റെ ജോലിയാടാ. ഷോയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്യൂടാ. നീ അല്ലല്ലോ എന്നെ പിടിച്ചവിടെ ഇരുത്തിയത്. കാണിക്കും. ഇത്രയും നാൾ കാണിച്ചിട്ടുണ്ട്. കാണിക്കാനാടാ വന്നത്. ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? നീ കണ്ടില്ലേ ജോലി ചെയ്യുന്നത്? ജോലിയാടാ എന്റെ ഇത്. നീ ചോണയുള്ളവനാണ്. വൈകിട്ട് നീ എന്നെ മാറ്റി വെക്കടാ. നീ ചോണയുള്ളവനാണെങ്കിൽ നീ എന്നെ വൈകിട്ട് തന്നെ മാറ്റി വെക്ക്. അല്ല നീ വൈകിട്ട് തന്നെ മാറ്റിയതല്ലേ പറഞ്ഞ? നീ ചോണയുള്ളവനാണ് മാറ്റി വെക്ക്. നീ ചോണയുള്ളവനാണ് മാറ്റി വെക്കടാ. ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് വന്നാ. നീ ഇങ്ങോട്ട് കയറി കൊണ്ടുവന്ന് എന്റെ ജോലി കയറാൻ വന്നതാ. പിന്നെ നീ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ ജോലി ചെയ്യാനാ വന്ന. നീ ഇങ്ങോട്ട് കയറി വന്ന്. പിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ടാ വന്നാ. പിന്നെ വലിയ ഡയലോഗ് അടിക്കുന്നത്. നീ 4 മണിക്ക് എന്നെ മാറ്റാ. നീ മാറ്റി 4 മണിക്കുമ്പോ മാറ്റാൻ പാടില്ല. ജോലി ചെയ്തോളാടാ. നീ പറയുമ്പോഴാണ് ജോലി ചെയ്യുന്ന. നിന്നെ അകത്തോട്ടുണ്ടാകാൻ കയറിയെന്നതിന് നീ ധൈര്യമുള്ള അത്രയ്ക്ക് നട്ടലുള്ളവനാണ്. നീ മാറ്റടാ. നട്ടലുള്ളവനാണ്. ഇനി അപ്പൊ സമ്മതിക്കും. ഇന്ന് 4 മണിക്കൂർ നിനക്ക് നട്ടലുണ്ടെങ്കിൽ മാറ്റി. നീ മാറ്റി. നട്ടലുണ്ടെങ്കിൽ നീ മാറ്റി വെക്ക്. നട്ടലുള്ളവനാണ് നീ മാറ്റി വെക്ക്. കാണിച്ച 4 മണിക്ക് കേട്ടാ. ഈ വീഡിയോ ഇവിടെ ഞാൻ 4 മണിക്ക് ഇടാം. അതാണ് ഈ 4 മണിക്ക് വീഡിയോ ഇടാം. നീ നട്ടലുള്ളവനാണ്. 4 മണി ആകുമ്പോ നഗരൂർ SHO ഒന്ന് മാറ്റിത്താ കേട്ടാ. നീ ഒന്ന് കാണിച്ച കേട്ടാ. 4 മണി. ശരി, ഇന്ന് കാണിച്ചു. എന്ത് ഷോയടാ? എന്റെ ജോലി ചെയ്യുന്നതിന് ഷോ എന്ത്? എവിടെയെങ്കിലും വന്ന് പാവപ്പെട്ട പിള്ളേരെ കേസിലും പെടുത്തിയിട്ടാണ് ഞാൻ അടിക്കുന്നത്. പാവപ്പെട്ട പിള്ളേരെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് വന്നതുകൊണ്ട് അവിടെ നിന്ന് ഷോ അടിക്കുന്നത്. 18-19 വയസ്സുള്ള ജോലി ചെയ്യാൻ തന്നെയാടാ വന്നത്. ഞാൻ ജോലി ചെയ്യാനാടാ വന്നത്. ആണടാ, ജോലി ചെയ്യാനാടാ വന്നത്. ഞാൻ ജോലി നിന്റെ ചെറിയാനായിട്ട് നിന്റെ വീട്ടിൽ വന്നാ. ഞാൻ നിന്റെ വീട്ടിൽ വന്നാടാ. നിന്റെ ചെറിയാൻ നിന്റെ വീട്ടിൽ വന്നാ. ഞാൻ നിന്നെ ചെറിയാൻ നിന്റെ വീട്ടിൽ വന്നാ. നിന്റെ വീട്ടിൽ വന്നാ. ഞാൻ നിന്നെ ചെറിയാൻ ഇല്ലല്ലേ. എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന സാധനത്തിന് അവനാരും ഇടപെടെ. 4 മണിക്കുമ്പോ മാറ്റും പോല്. വരുവടാ. എന്റെ കേസാകുമ്പോ ഞാൻ വരും. വീട്ടിൽ വരും. ഞാൻ വരുവടാ. നീ കാണിച്ചേടാ. 4 മണിക്കുള്ള നട്ടിലുണ്ടെ കാണിച്ചത്.
എന്തോ കേറണ്ടേ? ആ ഗ്യാസ് ഉണ്ടാക്കിയ വീഡിയോ കേറണ്ടേടാ? ഞാനാണോ തീരുമാനിക്കണം? നിനക്ക് ആരാണ് എടുക്കണ്ടേ? നിനക്ക് ആരാണ് എടുക്കണ്ടേ? നീ ഇറങ്ങടാ. നിനക്ക് ആരെ വേണ്ടി കയറണം? ഇറങ്ങടാ. ഇറങ്ങടാ. ഇറങ്ങടാ മയിലേ. നീ ഇറങ്ങ്. നീ ഇറങ്ങടാ മയിലേ. നീ ആരാണ്? നീ ആരാണ് മുളക്കണത്? നീ ആരാ ഉണ്ടാക്കണത്? നിനക്ക് ആരെ വേണ്ടി കയറണം? നിനക്ക് ആരെ വേണ്ടി കയറണം മയിലേ? നിനക്ക് ആരെ വേണ്ടി കയറണം? നിനക്ക് ആരെ കയറണം? നിനക്ക് അവനെ വേണ്ടി കയറണ്ടേ? നീ ഇറങ്ങടാ മയിലേ. നിന്നെ വിളിക്കാണ്, നിന്നെ പച്ചക്കന്നെ വിളിക്കാണ്. നീ എന്തിനുണ്ടാക്കും? നീ എന്തിനുണ്ടാക്കും? നിനക്ക് അടിക്കണ നീ പറയുമ്പോ ഞാൻ തുറന്നിട്ടില്ല. നീ ആയിരിക്കും അയ്യോ നീ ഒന്നും ഉണ്ടാക്കണ. ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? നീ പറയുമ്പോ ഞാൻ തുറന്നിട്ടിരിക്കല്ലേ, ഞാൻ എന്തിനാ ഇറങ്ങുന്നത്? നീ പറയുമ്പോ നീ ആര് പറയുമ്പോ ഇറങ്ങാൻ ഞാൻ ആര്? നീ നമ്മുടെ നീയാണ് തന്തയില്ലാത്തത്. നീയല്ലേ തന്തയില്ലാത്ത? ഞാനാണ്. നീയല്ലേ തന്തയില്ലാത്തത്? നീയല്ലേ തന്തയില്ലെന്ന് നീ പറയുമ്പോ ഉണ്ടാക്കാൻ ഞാനാണ്. ഞാന് നീ പറയുമ്പോ ഉണ്ടാക്കാൻ ഞാനാര്? നീ ആര്? നീ ആര്? നീ ആര്? ഞാൻ നീ പറയുമ്പോ ഇറങ്ങാൻ ഞാനാര്? ഞാൻ തുറന്നിട്ടിരിക്കല്ലേ? ഉടുമ്പോയില്ലെന്നുള്ളത് നിന്റെ കാണാം. അത് രണ്ടാമത്തെ കാര്യമല്ലേ? കോട്ടയത്ത് ഉണ്ടാക്കും. നീ കോട്ടയത്ത് ഉണ്ടാക്കണ പോട്ടെ പോട്ടെ പോട്ടെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ആവശ്യം ആവശ്യം പറ. എന്താണ് ആവശ്യം പറ? എന്താണ് ആവശ്യം പറയാ? അവിടെ ഇരിക്കുന്നുണ്ടെന്നാ ചോദിച്ചാൽ എന്തൊരു ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മുസ്ലിം ഇവിടെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും അഭിഷേകം നടത്തിയാണോ അതിനെതിരെ നമ്മളൊരു പരാതി എഫ്ഐആർ എടുക്കാൻ മിനി പാകിസ്ഥാനാണ്. എന്നാൽ അവിടെ പ്രകടനം ഞങ്ങളെ പേര് ഓരോരുത്തരുടെ പേര് പോയി ചോദിച്ചിട്ട് ഒരു പോലീസുകാരൻ പറഞ്ഞു ഇതെന്തൊരു മിനി പാകിസ്ഥാനാണ്. അത്തരത്തിലൊരു പരാമർശം നടത്തിയ ഇന്നലെ പരാതി തന്നു. അത് കേസെടുക്കണം. അത്രയേ ഉള്ളൂ. നമ്മൾ അധിക്ഷേപം പറയാനുണ്ട്. അതെ എന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ തന്തയിനെ വിളിച്ച വീഡിയോ നമ്മളിലുണ്ട്. അതിനെടുക്കാൻ വിളിച്ചിട്ടല്ലേ നമ്മളന്ന് അള്ളക്ക് തന്തയ്ക്ക് വിളിക്കുന്ന വീഡിയോ തന്തയ്ക്ക് നല്ലയ്ക്കാ വിളിക്കുന്ന ഒരു യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥ കാണ് ഓക്കെ എല്ലാവരും നല്ല തന്തയ്ക്കാ വിളിക്കുന്ന. അതിന് മുമ്പ് എല്ലാവരും അവിടെ കാട്ടിന്റെ എക്സലിട്ട് ചീത്ത വിളി. അതൊക്കെ ഒരു കൃത്യത നടത്താൻ ഒരു ഉദ്യോഗസ്ഥനാണ് ചീത്ത വിളിക്കുന്നത്. DGP പ്രത്യേക റൂളില്ലേ DGP റൂളില്ലേ ചീത്ത വിളിക്കുന്നത് പരാതിക്കാരുടെ മാനായിട്ട് സംസാരിക്കണം. നാട്ടുകാരുടെ മാനായിട്ട് സംസാരിക്കുന്ന റൂളില്ലേ ചീത്ത വിളിക്കുന്നത് തന്തയ്ക്ക് വിളിക്കണ വലിയ നിങ്ങളെ അല്ല ഞാൻ ഇപ്പൊ എന്തിനോട് എന്റെ ആവശ്യമാണ് എന്റെ ആവശ്യമാണ് തള്ളക്ക് വിളിച്ചു ആ വീഡിയോ ഉണ്ട് നമ്മളെ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കാണിച്ചാ നമ്മളല്ലേ സ്റ്റേഷനല്ലേ നമുക്കൊരു പ്രയാസമില്ല. നമ്മൾ നിയമപരമല്ലാത്ത കേസെടുത്തോ പ്രയാസമില്ല. സാർ കേസെടുത്തോ. സാർ ആദ്യം അയാൾക്കെതിരെ കേസെടുക്ക്. മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസെടുക്ക്. ഞാൻ ചോദിക്കുന്ന ഏതന്വേഷണം ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഏതന്വേഷണം അത് നിങ്ങളെ കൈവച്ചിട്ട് അതിനുള്ള കാര്യം നിങ്ങൾക്കറിയാം. അയാൾ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് നല്ല വസ്തുത ഉണ്ട്. നിങ്ങളെ ആയിരിക്കാൻ വേണ്ടി നിൽക്കല്ലേ കേട്ടാ. നിങ്ങൾ ആളുകളെ പറ്റിക്കാൻ കോൺഗ്രസ് വിടുപണി ചെയ്യാൻ നിൽക്കല്ലേ കേട്ടാ. നിങ്ങൾ നല്ല എ ക്ലാസ് കോൺഗ്രസ് നല്ല പഠിച്ച കോൺഗ്രസ് നല്ല വൃത്തിയായിട്ട് പറ്റിക്കുന്നു. പരാതി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനാണ് വരുന്നത്. പരാതി പറയാൻ പരാതി തന്നല്ലോ.
പിന്നെ എന്തിനാണ് നിയമം? പിന്നെ എന്തിനാണ് നിയമം? നിർത്തുന്നില്ല. നിങ്ങൾ കാണിച്ചതാ നിങ്ങളുടെ നിയമം അങ്ങനെ കൈയെടുക്കണ്ട കേട്ടാ. ഇതിനകത്ത് കൂട്ടിയിട്ടിട്ട് അവന്മാരാണ് ഒന്നും എടുക്കണ്ടായിരുന്നു. അല്ല അവർ കോൺഗ്രസ് വെളിയിലോട്ട് നോക്കി പച്ച അപരാധം വിളിച്ചോണ്ട് അല്ല എവിടെ പോയിരുന്നു? അപ്പോഴെവിടെ പോയിരുന്നു? ചോദിക്കണം അപ്പോഴെവിടെ പോയിരുന്നു? അല്ല അപ്പോഴെവിടെ പോയിരുന്നു? ഈ ആർജോ എവിടെ പോയിരുന്നു? ചോർന്നു പോയാ? അല്ല അതേ സാറും കൂടെ പഠിപ്പിക്കണ്ട. സാറും കൂടെ പഠിപ്പിക്കണ്ട കേട്ടാ. പൊതുപ്രവർത്തകർക്കും ഈ നാട്ടിൽ വില എടുക്കാം പറഞ്ഞോട്ടെ. അങ്ങനെ തന്തക്ക് എന്തെങ്കിലും വിളിക്കുന്നതാണ് സാറിന്റെ മര്യാദ. അതേസമയം നഗരൂർ പോലീസ് മനഃപൂർവ്വം ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നും അത്തരം പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നതുവരെ പ്രതിഷേധം നടത്തുമെന്നും വെള്ളല്ലൂർ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ് പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ തെരുവിൽ ഉപദ്രവിക്കുന്ന ഘട്ടത്തിലും അവർക്കെതിരെയുള്ള വധശ്രമത്തിന്റെ പേരിലും സംസ്ഥാന വ്യാപകമായി വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും CPM-ന്റെ ഭാഗത്തു നിന്നും DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് വലിയ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ, അതായത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വധശ്രമം നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ് വലിയ ശക്തമായ സമരങ്ങൾ കേരളത്തിലുടനീളം നടന്നത്. ആ നടന്നതിന്റെ സമരത്തിന്റെ ഭാഗമായി വെള്ളല്ലൂരും സമരം നടന്നത്. ആ സമരം നടന്ന സമയത്ത് വളരെ സമാധാനപരമായാണ് നമ്മൾ DYFIയും അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നത്. ആ സമരം നടക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രകോപനവുമില്ലാതെ അവിടെ നിന്നിരുന്ന ഒന്ന് രണ്ട് ചെറിയ ഒന്നും തള്ളും ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒന്നും തള്ളും ഉണ്ടായി. അവിടെ അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലീസ് എത്തുകയും പോലീസുകാർ സ്വാഭാവികമായിട്ടും ഈ SI ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ അൻസർ എന്ന് പറയുന്ന ആൾ, അതായത് ഇവിടുത്തെ SHO ഓരോ ഈ പറഞ്ഞ DYFIയുടെ പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെയും ഓരോരുത്തരെ പേര് ചോദിക്കുകയും ആ പേര് മുസ്ലിം നാമധാരികളായതുകൊണ്ട് മാത്രം
അവരെ തിരഞ്ഞുപിടിച്ച് ഈ പേരു പറഞ്ഞ് അവരെ മിനി പാകിസ്ഥാൻ ആക്കുന്നോ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റായ ഒരു സതികുമാർ എന്ന് പറഞ്ഞ പോലീസുകാരനും ഈ SIയും പരസ്യമായി ജനങ്ങളെ മുമ്പ് വെച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബോധപൂർവം ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഒരു കേസ് നോട്ടീസ് വാങ്ങി പിരിയേണ്ട ആളുകൾ, ആ നോട്ടീസ് വാങ്ങി പിരിയേണ്ട ആളുകൾ അവരെ വിളിച്ചു വരുത്തിയാൽ അവർ സ്റ്റേഷനിൽ ഹാജരാകുകയും ആ നോട്ടീസ് വാങ്ങി പിരിയുകയും ചെയ്യേണ്ട സമയത്ത് ഈ ബോധപൂർവം ഈ കോൺഗ്രസ്സുകാരുടെ വാക്കും കേട്ട് ഈ പറയുന്ന 8 കൊച്ചുങ്ങളെ വീട്ടിൽ, പാവപ്പെട്ട നോമ്പ് പിടിച്ചു നിൽക്കുന്ന 8 പയ്യന്മാരെ വീട്ടിൽ വളരെ ബോധപൂർവം വീട്ടിൽ ഇരച്ചു കയറുകയും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. ശക്തമായി ഇത്തരത്തിൽ ഇത് കേരളമാണ്, ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനമല്ല, ഇത് എല്ലാവരും ഒത്തൊരുമിച്ച് വാഴുന്ന ഒരു നാടാണ്. ഈ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ SIയുടെ ഒത്താശയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത്, ആ പരാമർശത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഒരു കാരണവശാലും ഇതിനകത്ത് പിരിഞ്ഞു പോകാൻ നമ്മൾ തയ്യാറല്ല. ആ SIക്കെതിരെ ഈ പറയുന്ന SHOക്കെതിരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സതികുമാർ എന്ന് പറയുന്ന ആളിനെതിരെയും കേസെടുക്കാതെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് DYFI പിരിഞ്ഞു പോകാൻ ഒരു സാധ്യതയില്ല. ഉറപ്പായും പാർട്ടി എന്നുള്ള നിലയിൽ ഉറപ്പിച്ച് ഇതിനകത്ത് ഈ സ്റ്റേഷന്റെ ഫ്രണ്ട് നിലയുറപ്പിക്കും. ആ FIR എടുക്കുന്നവരെ നമ്മൾ ഈ സ്റ്റേഷൻ ഉപദ്രവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും.